സി എം ആർ എല്ലിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചു എന്ന പരാതിയുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ, അതായത് സി എം ആർ എല്ലിൻ്റെ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തീരുമാനിച്ചു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. സി എം ആർ എൽ ജീവനക്കാർക്ക് ഇത് പ്രമാണിച്ചുള്ള സമൻസ് ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊടുത്തു കഴിഞ്ഞു. കമ്പനി ഡയറക്ടറായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ടി വീണ അടക്കമുള്ളവർക്ക് സമൻസ് നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ നടപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഈ പ്രധാനപ്പെട്ട വാർത്തയുമായി വിനീത വി ജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, ഡൽഹിയിലെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? ജീവിതമൊക്കെ സുഖകരമായിട്ട് പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു പ്രേക്ഷകൻ ചോദിക്കുകയായിരുന്നു, സീനിയർമാരോട് മാത്രമേ വിശേഷം ചോദിക്കൂ, നമ്മുടെ ദീപക് തർമ്മണത്തിനോട് ചോദിച്ചാൽ വിശേഷം ചോദിക്കാൻ സീനിയറോ ജൂനിയറോ എന്തെങ്കിലും ഉണ്ടോ? പറയൂ വിനീത. തീർച്ചയായും എസ്കേൻ, ഡൽഹിയിൽ ഇപ്പോൾ ഒരു തണുത്ത അന്തരീക്ഷം തന്നെയാണ്. ആദ്യഘട്ടത്തിലൊക്കെ വലിയ ചൂടുണ്ടായിരുന്നു, അതിലൊക്കെ ഒരു ആശ്വാസമുണ്ട് ഇപ്പോൾ. ഒപ്പം തന്നെ ഇടവിട്ടുള്ള മഴയൊക്കെ ഡൽഹിയിലുണ്ട്. ഇനി എസ്കേൻ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ചില നിർണായക നീക്കങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ SFIയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസപ്പടി കേസിൽ അത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ കൂടി അന്വേഷണ ഏജൻസി നടത്തിയിരിക്കുകയാണ്. കരിമണൽ ഖനന കമ്പനിയായ ഈ CMRLലെ 8 ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ SFIO നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കടക്കം നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ CMRL ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 28, 29 തീയതികളിലായി ചെന്നൈയിലെ ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഹാജരാകുന്ന സമയത്ത് ചില ഡോക്യുമെന്റ്സുകൾ നേരത്തെ സ്കിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെയ്യാത്ത സേവനത്തിന് എക്സാലോജിക്കിന് പണം നൽകിയെന്നുള്ളതാണ് ഈ കേസിന് ആസ്പദം. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള രേഖകളടക്കം ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഹർജിയുമായി CMRLലെ ഉദ്യോഗസ്ഥർ CMRL ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹർജിയിൽ പ്രധാനമായും പറയുന്നത് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അത് നിർത്തിവെക്കണം, അതിനൊരു സ്റ്റേ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം SFIO സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം നടത്തുന്നതിനിടയിൽ തന്നെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അറസ്റ്റ് അടക്കം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ പൂർണ്ണ സ്വാതന്ത്ര്യവും ആ ഏജൻസിക്കുണ്ട്. ഒരു പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു നീക്കം ഈ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ളത്. ഇവരുടെ ഹർജി ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലാണുള്ളത്, ഡൽഹിയിലെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഈ 8 ഉദ്യോഗസ്ഥരും ഡൽഹി ഹൈക്കോടതിയെ തന്നെയാണ് സമീപിച്ചിരിക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമീപിച്ചിട്ടുള്ളത്. ഈ കേസ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CMRLലെ ഉദ്യോഗസ്ഥരെയൊക്കെ ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. SFIO ഈ കേസുമായി ബന്ധപ്പെട്ട CMRLന്റെ ഓഫീസിലും മറ്റുമെത്തി അവിടെ നിന്ന് ചില വിശദാംശങ്ങളൊക്കെ തേടിയിട്ടുമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 8 ഉദ്യോഗസ്ഥർക്ക് കൂടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. 28, 29 തീയതികളിലായി ഹാജരാകണം. ചെന്നൈയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശമുള്ളത്. SK. താങ്ക് യു വിനീത വി ജി.